നിങ്ങളുടെ കൂടെ വേറെ ആളുകൂടി ഉണ്ട്? ഒരു അജു എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. അപ്പൊ അവനോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ ഫ്രണ്ടിലായിരിക്കണം, ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഇദ്ദേഹം ഇരിക്കുന്നു. അവൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, വണ്ടി പറ്റില്ല, എനിക്ക് വണ്ടി എടുക്കണം, വണ്ടി എടുത്തു എനിക്ക് പറ്റില്ല, ഈ പരിപാടിക്ക് പറ്റില്ല, കാരണം എനിക്ക് പറ്റില്ല, ഈ രാത്രിത്തെ ലേറ്റായി, പിന്നെ അവർ എന്തോ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി, പറ്റില്ല എന്നുള്ള രീതിയായി. അത്ര നേരം സന്തോഷിച്ച് അല്ലെങ്കിൽ എല്ലാവരുടെയും നിന്ന് പെട്ടെന്ന് അങ്ങനെ മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ ചെന്നിട്ട് ഞാൻ ഇവർക്ക് അപ്പൊ ഇവൻ ഇങ്ങനെ ചെയ്ത് കാണുന്ന സമയത്ത് പിന്നെ സംസാരിക്കുന്നത് ഇദ്ദേഹമാണ്. എടാ ഇവര് തമ്മിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എടാ 20 മിനിറ്റ് ഉള്ളൂ, ആ ക്യാഷ് മേടിച്ചിട്ട് പോവാം, എന്തിനാണ് വെറുതെ അങ്ങനെ ചെയ്യേണ്ട കാര്യം. അപ്പൊ ബാക്കി അജുവും പറയുന്നുണ്ട് എടാ എന്ത് പരിപാടി കാണിക്കണം. എനിക്ക് നോക്കുമ്പോൾ പുള്ളി കാല് പിടിക്കണം, എടാ 20 മിനിറ്റ് അല്ലടാ, ഇത് പറ്റില്ല നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലാണ്, ഞാൻ എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല പോണം, വീട്ടിൽ പോകും. അവരുടെ നാട്ടിൽ ചെന്ന് നമുക്ക് ഇടിയിട്ടില്ലേ. അപ്പൊ നമ്മളൊരു കുറച്ചുകൂടി പൈസ മേടിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പരിപാടി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം പരിപാടി അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ ശേഷം പരിപാടി അവതരിപ്പിക്കാതിരുന്ന ഇടി കിട്ടും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം ഇവൻ വിളിച്ച് ഫോൺ എടുക്കാതിരുന്നതിന്റെ ദേഷ്യം അവർക്ക് ഉണ്ടാകുമോ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെന്നിട്ടാണ് ചെല്ലണത്. അപ്പോ ഇവര് കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, അവര് വന്നിട്ട് അപ്പൊ അങ്ങനെ ഇവൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവൻ നിർബന്ധം ഇവൻ്റെ ആളാ, നീ 20 മിനിറ്റ് അല്ലേ, ബാക്കി ക്യാഷും കിട്ടാറുണ്ട്, അത് മേടിച്ചിട്ട് പോകാ എന്ന് ഒരുപാട്. പൈസ കഴിഞ്ഞ് നിനക്ക് ഞാൻ അവിടെ ചെന്നേരം, എനിക്ക് നിങ്ങൾ പൈസ ഒന്നും വേണ്ട, ഞാൻ അവിടെ ചെന്ന് എത്ര രൂപ നിനക്ക് വേണം, ഞാൻ തരൂല്ല, എനിക്ക് പൈസ ഉണ്ടെങ്കിൽ വേറെ എനിക്ക് ഇനി പരിപാടിയെ നിർത്താൻ പോവാണ്, നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം പുള്ളി ആജ്ഞാപിക്കുകയാണ്, ഇനി നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ജ്വല്ലറികൾ പിടിക്കുക, അതുപോലെ മറ്റേ കാറിന്റെ ഷോറൂമിൽ ചെല്ലുക. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പോഴും ഞാൻ ഈ പറയുന്ന കോളേജ് പരിപാടികൾ പിടിച്ചോ, നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് ഈ പരിപാടികൾ പറ്റി താല്പര്യമില്ല, കല്യാണം വീട്ടിൽ പോകാൻ താല്പര്യമില്ല. കാരണം അല്ല ശരിക്കും ഈ പരിപാടിക്ക് നിങ്ങൾ പോയത് അവൻ വിളിച്ചോണ്ട് പോയതല്ലേ? അതെ. അപ്പൊ ഇത് അവൻ വിളിച്ചിട്ട് പോയതല്ല, ഐ മീൻ ഈ പരിപാടി അല്ല, ആ പരിപാടി പിടിച്ചതാണ്, പരിപാടി പിടിച്ചവനാണ്. പക്ഷെ അവിടെ നിന്ന് ഇവൻ എന്റെ നമ്പർ കൊടുക്കും, ഇവന് പറ്റില്ലാണ്ട് ഇവൻ സംസാരിക്കാൻ പറ്റാണ്ടാവുമ്പോൾ എന്റെ നമ്പർ കൊടുക്കും. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നാണ് ചെയ്തത് ഈ തൃപ്രയാർ പരിപാടി. അത് വെച്ചെന്ന് പറഞ്ഞാൽ ഇവരെ കേസ് കൊടുക്കും പറഞ്ഞു അവിടെ ഉള്ളവര്. അതായത് അവരെന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഐസയുടെ മോനാണ്, ഇവൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, 2000 വാങ്ങിച്ചിട്ടുണ്ട്, ഇന്നലെ വരാമെന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഇന്നെങ്കിലും വരുമെന്ന് വെച്ചിട്ട് എന്നെ വിളിക്കണേ. ഞാനത് പറഞ്ഞില്ല, ഞാൻ നോക്കട്ടെ, ഞാൻ അവനോട് സംസാരിച്ച് നോക്കട്ടെ. അതായത് തലേ ദിവസത്തെ പരിപാടിക്ക് അഡ്വാൻസ് മേടിച്ചു പോവാതിരുന്നു. അത് പോകാൻ പറ്റില്ല, അത് അവന്റെ വേറെ ഷൂട്ടിംഗ് ഇന്റർവ്യൂ പോകാൻ പറ്റില്ല, എത്തൂല, നമ്മളവിടെ എത്തൂല, ബ്ലോക്കുകൾ എത്തൂല. അല്ല, അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു എത്തൂലെന്ന് പറഞ്ഞായിരുന്നു. അതല്ല ചോദിക്കുന്നത്.